വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇച്ചിരി ഹാപ്പി ആയത്. പിന്നല്ല നമ്മളെ വൈബല്ലേ. ചേട്ടത്തിയുടെ ഭർത്താവിനെ പറ്റി പൊക്കി പറയാണെന്ന് വിചാരിക്കരുത്. 100 വീട്ടാണ് ആറി എന്നെ വിളിക്കും. അവന് വെള്ളം കൊണ്ട് കൊടുക്കണം, മിനിറ്റിന് വേണ്ടി ചായ ഇട്ട് കൊടുക്കണം, ചാർജർ എടുത്ത് കൊടുക്കണം, എവിടെയെങ്കിലും നിന്നിട്ട് അവൻ വിളിച്ച് പറയാം അവന്റെ ഷർട്ട് തേച്ചിട്ട് കൊടുക്കണമെന്ന്. പക്ഷെ എന്റെ അടുത്ത് അങ്ങനെയൊന്നും അല്ലാട്ടോ. ഭയങ്കര സ്നേഹം. അന്റെയോ എനിക്കും ഭാര്യ മാങ്ങോട് കൂടി. എന്തോന്ന് അല്ല ഇനിയും സമയമുണ്ടെന്ന് പറഞ്ഞതാ അവള്. അതൊക്കെ വഴിയെ നോക്കാം. പക്ഷേ നിങ്ങളെനിക്കൊരു സഹായം ചെയ്തു തരണം. എന്റെ ഫലം നോക്കാണ്ട് ചെയ്ത് തരും. അമ്മേനെ ഒരു കയ്യില്ലാത്ത പെണ്ണിന് പച്ച നിക്കറുണ്ട്. അത് നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കുടിച്ചിരുന്നു. അത് കാണുമ്പോ ഒരു പാണ്ട് ഇരിക്കില്ലേ? ചേട്ടത്തിക്ക് അറിയോ, എന്റെ വാപ്പ എന്നെ വീർത്തിലെടുത്ത് പോലും നോക്കിച്ചിട്ടില്ല. ഇത് കണ്ടാ അവള് ടാറ്റു ഒന്നും അടിച്ചതല്ല, അവൻ ചട്ടുവും പഠിപ്പിച്ച് വെച്ചെന്നെയാണ്. ദുഷ്ടൻ, എന്തിനാ ചട്ടുകം പഠിപ്പിച്ചു വെച്ചത്? അത് പിന്നെ എനിക്കൊരു ലൈൻ ഉണ്ടായിരുന്നു. പാതിരാത്രി ഞാൻ അവനെ വിളിക്കുന്ന ഇവൻ ചെറുതായിട്ടൊന്നും കണ്ടു. ഇവിടെ കാര്യവും പോട്ട് നിങ്ങളെ ചെറുക്കനെ അന്ന് ഓടയ്ക്കകത്താണ് ചവിട്ടി വിട്ടത്. അതിനുശേഷം ഓൾ ഇന്ത്യൻ സൈൻ ബൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ചേട്ടത്തി എനിക്ക് നേരത്തെ അറിയായിരുന്നെങ്കിൽ ഈ സൈക്കോനെ കൊണ്ട് ഞാൻ കെട്ടിക്കൂലായിരുന്നു. എനിക്കെന്ന് തോന്നുന്നു.